എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാം, ലേൺ ഡിജിറ്റൽ അക്കാഡമി. അടുത്ത ടൂൾ എന്ന് പറയുന്നത് ലാസോ ടൂൾ ആണ്. ലാസോ ടൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് അതായത് നമുക്ക് വരച്ചുകൊണ്ട് സെലക്ഷൻ ഉണ്ടാക്കാം. ഓക്കെ, ഉദാഹരണത്തിന് എനിക്ക് ഈ കരടിയുടെ തല മാത്രം കിട്ടിയാൽ മതി, ബാക്കി ഒന്നും എനിക്ക് വേണ്ട. അപ്പൊ ഞാൻ ഈ ലാസോ ടൂൾ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഈ കരടിയുടെ ചെവി തൊട്ട് ഇങ്ങനെ പതുക്കെ സൂക്ഷിച്ച് വരച്ചെടുക്കും. ഓക്കെ, അപ്പൊ എനിക്ക് ഈ കരടിയുടെ തല മാത്രമായിട്ട് എനിക്ക് കിട്ടി. ഇനി ഈ ലെയർ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പോവാ. അതിനുള്ള ഷോർട്ട് കട്ട് കൺട്രോളും ജെയും ആണ്. കൺട്രോൾ ജെ പ്രസ് ചെയ്തിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ലെയർ ഞാൻ കാണും. അപ്പൊ ഞാൻ വരച്ച സെലക്ഷൻ എന്താണോ അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കിട്ടി. ഇങ്ങനെയാണ് ലാസോ ടൂൾ ഉപയോഗിക്കേണ്ടത്. ഇനി ഞാൻ ഉണ്ടാക്കിയ സെലക്ഷൻ ആണിത്. ഇത് ഡീസെലക്ട് ചെയ്യണമെങ്കിൽ കൺട്രോളും ഡിയും പ്രസ് ചെയ്താൽ മതി. അടുത്ത ടൂൾ എന്ന് പറയുന്നത് പോളിഗൺ ലാസോ ടൂൾ ആണ്. പോളിഗൺ ലാസോ ടൂൾ എന്ന് പറയുന്നത് നമുക്ക് വരയ്ക്കണമെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ വെച്ച് മാത്രമേ നമുക്ക് സെലക്ഷൻ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ സ്ട്രെയിറ്റ് ലൈൻ വെച്ച് മാത്രം സെലക്ഷൻ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഒരു വട്ടം ഇവിടെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സ്ട്രെയിറ്റ് ലൈൻ മാത്രമായിരിക്കും. ഇനി ഈ കേർവ് ആയിരിക്കുന്ന ചെവി ഫോളോ ചെയ്യണമെങ്കിൽ എനിക്ക് ഓരോ പോയിന്റിൽ പോയി ക്ലിക്ക് ചെയ്ത് അവിടെ ഒരു കേർവ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമ്മൾ എവിടെയാണോ തുടങ്ങിയ അവിടെ വേണം നമ്മൾ അവസാനിപ്പിക്കാൻ. അപ്പോൾ ഞാൻ ഇവിടെയാണ് തുടങ്ങിയ, അപ്പൊ ഇവിടെ വെച്ച് ഞാൻ ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഇതൊരു സെലക്ഷൻ ആയി മാറി. ഈ സെലക്ഷൻ ഞാൻ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പോകും. ഈ കരടിയുടെ തല ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത ഏരിയ മാത്രം നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കിട്ടി. ഇനി അടുത്ത ടൂൾ എന്ന് പറയുന്നതാണ് മാഗ്നറ്റിക് ലാസോ ടൂൾ. അപ്പൊ മാഗ്നറ്റിക് ലാസോ ടൂൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സോഫ്റ്റ്വെയർ, അതായത് ഫോട്ടോഷോപ്പ് നമ്മളെ സഹായിക്കും. കറക്റ്റ് ആയിട്ട് ഈ എഡ്ജിൽ കൂടെ മാത്രം നമ്മുടെ ഫോട്ടോ സെലക്ട് ചെയ്യാൻ വേണ്ടി ഫോട്ടോഷോപ്പിന്റെ സോഫ്റ്റ്വെയർ നമ്മളെ സഹായിക്കും. ഓക്കെ, അപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാനത് ഉപയോഗിച്ച് കാണിച്ചു തരാം. ഞാൻ ചുമ്മാ ഇവിടെ ക്ലിക്ക് ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ ചുമ്മാ ഈ എഡ്ജിൽ കൂടെ ഇങ്ങനെ ഞാൻ മൗസ് കൊണ്ടുപോകും. എന്റെ കേഴ്സർ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ മൂക്കിന്റെ അവിടെ വെച്ച് വരച്ചു. എന്നിട്ട് കഴുത്തിന്റെ അവിടെ കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ ചുമ്മാ മാലക്കോടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് വിട്ടു. അപ്പൊ എന്തായി? അപ്പൊ കറക്റ്റ് എഡ്ജി കോഡ് ഇങ്ങനെ കൊണ്ടുവന്ന് കറക്റ്റ് ആയിട്ട് തിരിച്ച് എവിടെയാണോ തുടങ്ങിയ അവിടെ ഞാൻ നിർത്തി. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ കൺട്രോളും ജെയും പ്രസ് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ലെയർ നോക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. നമുക്ക് എന്താണോ സെലക്ട് ചെയ്യേണ്ടത് അതിന്റെ മേലക്കോടെ നമ്മൾ റെക്ടാങ്കുലർ മാർക്യൂ ടൂൾ എങ്ങനെ വരയ്ക്കുന്നോ അതേപോലെ നമ്മൾ വരയ്ക്കണം. ഉദാഹരണത്തിന് എനിക്ക് 3 കരടീനും സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഈ കോർണറിൽ പോയിട്ട് ഞാൻ ഈ 3 കരടീനും ഇങ്ങനെ വരച്ചു വെക്കും. അപ്പൊ 3 കരടി എവിടെയാണോ അവിടെ മാത്രം എനിക്കിങ്ങനെ വരച്ചു വെച്ചാൽ മതി. എന്നിട്ട് ഞാൻ വരച്ചിട്ട് ഇങ്ങനെ വിടുന്ന സമയത്ത് ഇതൊരു സെലക്ഷൻ ഉണ്ടാക്കും. സോഫ്റ്റ്വെയർ ഒരു സെലക്ഷൻ ഉണ്ടാക്കും. പക്ഷെ നമ്മൾ സൂം ചെയ്ത് നോക്കുവാണെങ്കിൽ ഈ കരടിയുടെ തലയും കൈയൊന്നും സെലക്ട് ആയിട്ടില്ല. അപ്പൊ അടുത്ത ടൂൾ അതിനെ സഹായിക്കും. ഇതിനാണ് ക്വിക്ക് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ക്വിക്ക് സെലക്ഷൻ ടൂൾ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് ചുമ്മാ സെലക്ട് ചെയ്യേണ്ട ഏരിയ ഏതാണോ അതിന്റെ മേലക്കോടെ ചുമ്മാ ഇങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യും. ഇനി ഇവിടെ ഈ ഗ്രാസ് നമുക്ക് വേണ്ട, ഈ പുല്ലുള്ള ഏരിയാസ് നമുക്ക് വേണ്ട. അപ്പൊ അത് മാറ്റണമെങ്കിൽ നമ്മൾ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആ പുല്ലിന്റെ ഏരിയ എവിടെയാണോ അവിടെ നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അത് തന്നെ റിമൂവ് ആയി പൊക്കോളും. ഓക്കെ, അപ്പൊ നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഏരിയ നമ്മൾ ഓൾട്ട് വിട്ടിട്ട് വേണം സെലക്ട് ചെയ്യാൻ. ഓക്കെ, ഓൾട്ട് വിട്ടിട്ട് വേണം സെലക്ട് ചെയ്യാൻ. ഇനി സെലക്ട് ചെയ്യേണ്ടാത്ത ഏരിയ, അതായത് നമുക്ക് ഒരു സെലക്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ കരടീനെ ഒന്ന് കളയണം. അപ്പൊ നമ്മൾ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ കരടിയുടെ ശരീരത്തിന്റെ മേലക്കോടെ ചുമ്മാ ഇങ്ങനെ കേഴ്സർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് തന്നെ മാറ്റും. ഓക്കെ, അപ്പൊ ഈ കരടീനെ ഞാൻ കംപ്ലീറ്റ്ലി മാറ്റിക്കളഞ്ഞു. ഇനി ഈ കരടീനെ സെലക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഓൾട്ട് ബട്ടൺ വിട്ടിട്ട് ആ കരടിയുടെ ശരീരത്തിന്റെ മേലക്കോടെ ചുമ്മാ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ
അതെനിക്കൊരു സെലക്ഷൻ ഉണ്ടാക്കി തരും. ഓക്കെ, ഇപ്പൊ ഈ 3 കരടീസും സെലക്ട് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി കൺട്രോൾ ചെയ്ത് കൊടുത്ത് ഈ ലെയർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ലെയർ കളയുവാണെങ്കിൽ ഈ 3 കരടി മാത്രം നമുക്ക് സെലക്ട് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുമ്പോൾ അടുത്ത ടൂളാണ് മാജിക് വോൺ ടൂൾ. അപ്പൊ നമുക്ക് മാജിക് വോൺ ടൂൾ ഉപയോഗിക്കണമെങ്കിൽ ഈ ടൂൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്പെസിഫിക്, അതായത് ഒരു കളറുള്ള സ്ഥലങ്ങൾ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. എനിക്ക് ഈ കരടിയുടെ ഈ രോമത്തിന്റെ കളർ മാത്രം സെലക്ട് ചെയ്താൽ മതിയെങ്കിൽ അവിടെ ഞാൻ ചുമ്മാ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ രോമം എവിടെയൊക്കെ ഉണ്ടോ ആ ഏരിയാസ് എല്ലാം സെലക്ട് ആയിട്ടുണ്ടോ. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ഈ തലയുടെ ഈ രോമത്തിന്റെ കളർ മാത്രം സെലക്ട് ചെയ്താൽ മതി. അപ്പൊ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ എവിടെയൊക്കെ ഉണ്ടോ അവിടെ സെലക്ട് ആവും. ഇതാണ് മാജിക് വോൺ ടൂൾ. ഈ ക്ലാസ് ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. നന്ദി.